ആലോചിക്കുക. ഇതുപോലെ ഒരു സമുദായത്തെ മുഴുവനും നരകത്തിലേക്ക് തള്ളുക. എന്നിട്ടോ പേരെടുത്ത് ഞങ്ങൾ ആരെയും മുശ്രിക്കാന്ന് പറയാറില്ല എന്ന് അവരുടെ ആദ്യത്തെ ഒരു കമന്റ്. ആ കമന്റ് വരട്ടെ. യഥാർത്ഥത്തില് ശിർക്ക് എന്താണ്, കുഫർ എന്താണെന്ന് വിശദീകരിക്കുകയല്ലാതെ ഇന്ന ആള് മുശ്രിക്കാണ്, ഇന്ന വിഭാഗം ഒന്നിച്ച് മുശ്രിക്കാണ് എന്ന് പറയുന്ന സമ്പ്രദായം മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പണ്ഡിതന്മാരെ എടുത്ത് മുശ്രിക്കാക്ക് നിങ്ങൾ കണ്ടോളൂ. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ കുറിച്ച് പറയുന്നത് ഒരു മുജാഹിദ്, പേരും മുജാഹിദ് തന്നെ. എങ്ങാനും അബൂജഹൽ വന്നു എന്ന് വിചാരിക്കും ഇവിടെ കേരളത്തിൽ, നേരെ മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക് കയറി ചെല്ലും. അസ്സലാമു അലൈക്കും ഷെയ്ഖുന കാന്തവർ അല്ലേ, ഞാൻ അബൂജഹൽ. ഞാൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പടച്ചോനാന്ന് വകച്ചു കൊടുത്തിരുന്നു. നിങ്ങൾ അതും വകച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളാട്ടോ എന്റെ ലീഡർ. ഇനി ലോക മുശ്രിക്കരുടെ ലീഡർ ആകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കുമാണ് എന്ന് പറയുന്നത് അല്ലേ. അതൊക്കെ മൊയ്തീൻ ഷെയ്ഖാണ്. ഇന്നെങ്ങാനും അബൂജഹൽ വന്നു എന്ന് വിചാരിക്കും ഇവിടെ കേരളത്തിൽ, നേരെ മർക്കസ് സക്കാഫത്ത് സുന്നിയിലേക്ക് കയറി ചെല്ലും. അസ്സലാമു അലൈക്കും ഷെയ്ഖുന കാന്തവർ അല്ലേ, ഞാൻ അബൂജഹൽ. ഞാൻ കരുതിയത് ലോകത്തിലെ ഏറ്റവും വലിയ മുശ്രിക്കിന്റെ നേതാവ് ഞാനായിരിക്കുന്ന. പക്ഷെ ഞാനൊക്കെ ചങ്ങായിമാരെ മഴ പെയ്യിപ്പിക്കുന്ന പടച്ചോനാന്ന് വകച്ചു കൊടുത്തിരുന്നു. നിങ്ങൾ അതും വകച്ചു കൊടുക്കില്ല. അതുകൊണ്ട് നിങ്ങളാട്ടോ എന്റെ ലീഡർ. ഇനി ലോക മുശ്രിക്കരുടെ ലീഡർ ആകാനുള്ള യോഗ്യതയും നിങ്ങൾക്കും നിങ്ങളെ പണ്ഡിതന്മാർക്കുമാണ് എന്ന് പറയുന്നത്. കുറച്ച് സ്ട്രോങ് അല്ലേ കാര്യം? അതാണ് എന്റെ പേര് തന്നെ മുജാഹിദ്. ഞങ്ങൾക്കറിയില്ല. ഒന്ന് തലയെടുപ്പുള്ള തൗഹീദിന്റെ ഒരു പണ്ഡിതനെ മുശ്രിക്കാക്കുക. രണ്ട് അബൂജഹൽ മഴ പെയ്യിപ്പിച്ചത് അള്ളയാണെന്ന് വിശ്വസിച്ചു എന്ന് പറയുക. അബൂജഹൽ അള്ളാഹുവിന്റെ ദീനാകുന്ന ഇസ്ലാം പഠിപ്പിച്ച അള്ളയാണ് മഴ പെയ്യിപ്പിക്കുന്നതെന്ന് അബൂജഹൽ വിശ്വസിച്ചിട്ടേ ഇല്ല. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി, അവരല്ലാഹനെ മനസ്സിലാക്കിയിട്ടില്ല. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, നമ്മളൊക്കെ വിശ്വസിക്കുന്ന അള്ളാഹു ഉണ്ടല്ലോ, ആ അള്ളാഹുവിൽ ഒരു വിശ്വാസവും അബൂജഹലിന് ഉണ്ടായിരുന്നില്ല. പിന്നല്ലേ അള്ളാഹ് മഴ പെയ്യിപ്പിക്കുക, പിന്നല്ലേ അള്ളാഹ് മുസീബത്ത് മാറ്റുക. അബൂജഹലിന് ദൈവമെന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ടായിരുന്നു. ആ സങ്കല്പം മഴ പെയ്യിക്കുമെന്ന് പറഞ്ഞിരുന്നു. അല്ലാതെ വാഹിദായ ഫർദായ സ്വമദായ ഖദീമായ പങ്കുകാരില്ലാത്ത അല്ലാഹു തആല അങ്ങനെ ഒരു ദൈവമുണ്ടെന്നോ മഴ പെയ്യിക്കുമെന്നോ വിശ്വസിച്ചിരുന്നില്ല. മൈക്കിനെന്തോ പറ്റിപ്പോയല്ലോ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിൽ ഇവര് കളങ്കം വരുത്തിയിട്ട് ആലിമീങ്ങളെ അവര് പേരെടുത്ത് കാഫറാക്കുന്നു. രണ്ടാമത്തതോ, മുട്ടിപ്പടിയിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്തിന് നേതൃത്വം കൊടുക്കുന്ന ആഗോളതലത്തിൽ തന്നെ ശ്രദ്ധേയരായ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങളെ കുറിച്ച് മുജാഹിദുകൾ പറയുന്നത് കേട്ടോളൂ. മലപ്പുറം സലാത്തുകാരങ്ങൾ നോക്കൂ. ജീവിതത്തിൽ 8 റമദാനിൽ നബി പള്ളിയിൽ ഇത്തിക്കാഫിരുന്നു. നബിയും സഹാബികളും. നബിയോ സഹാബികളോ ആരെങ്കിലും റമദാനിൽ ഒരു സലാത്ത് നഗറിൽ വന്ന് സലാത്ത് അല്ലെ പൈസയും പിരിപ്പിച്ച് പിരിഞ്ഞ ഒരു സംഭവം ഉണ്ടോ ചരിത്രത്തില്? അപ്പൊ ആ മഹനീയമായ സുന്നത്തിൽ നിന്ന് ഈ ജനതയെ തെറ്റിച്ച്, സാക്ഷാൽ മതത്തിൽ നിന്ന് തെറ്റിച്ച്, പള്ളിയിൽ ഇരിക്കേണ്ട മനുഷ്യനെ വയലിൽ കൊണ്ടുവന്ന് പൈസ പിരിച്ചെടുത്ത്. ഇനി ആയത്ത് പറഞ്ഞു നോക്കൂ. ജനങ്ങളുടെ ധനം അന്യായമായി തിന്നും, അതോടൊപ്പം മതത്തുനിന്ന് അകറ്റുകയും ചെയ്യും. രണ്ടും ഇവിടെ ഖലീൽ തങ്ങളിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തെ കാണുമ്പോ ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലിക്കൊളി. ലോകം നന്നാവട്ടെ. ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയതിന്റെ പേരിൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന തങ്ങന്മാരെ കാണുമ്പോൾ പറയണമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈമാൻ ആലോചിക്കേണ്ടതുണ്ടോ? സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചോളൂ. എത്ര വലിയ അതിക്രമമാണ്, തോന്നിവാസമാണ് ഈ പ്രസ്ഥാനം ഈ സമുദായത്തോട് കാണിക്കുന്നത്. എന്നിട്ട് അവര് ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളെ അവർ വിട്ടോ ഇല്ല. പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ കുറിച്ച് അവർ എഴുതിയത് നിങ്ങൾ വായിച്ചു നോക്കൂ. അവിടുന്ന് ശിർക്കിന് നേതൃത്വം കൊടുക്കുന്നയാ സാക്ഷാൽ ദാസ്തങ്ങൾ. ശിർക്കിന്റെ മാർഗത്തിലൂടെ രോഗം മാറ്റാൻ ശ്രമിക്കുന്ന ആത്മീയ നേതാവെന്ന് സമസ്തക്കാർ കൊട്ടിഘോഷിക്കുന്ന സാക്ഷാൽ തങ്ങൾ പോലും കുഞ്ഞാലിക്കുട്ടി ഒരു പൊതുപരിപാടിയിൽ നിലവിളക്ക് കൊളുത്തിയതിന് കൊളുത്താതെ മാറി നിന്നത് വിവാദമായപ്പോൾ കുഞ്ഞാലിക്കുട്ടിയെ ന്യായീകരിക്കാൻ മുന്നോട്ട് വന്നിരുന്നു.
ഇതുപോലെ അവിടുന്ന് മുജാഹിദുകൾ ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ഖലീൽ തങ്ങൾ അവിടുന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ഖമറുൽ ഉലമ അവിടുന്ന് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി, ശംസുൽ ഉലമ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയുമ്പോ ഈമാനുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മക്കളുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അബൂജഹലിനെയും ഉത്ബത്തിനെയും ശൈബത്തിനെയുമാണ് നേരിടാനുണ്ടായിരുന്നതെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഇസ്ലാമിന്റെ ശത്രുക്കള് ഈ ധിക്കാരികളാണ് കേട്ടോ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹു തആല ഇവരുടെ ശർറിൽ നിന്ന് ഈ സമുദായത്തെ കാത്തുരക്ഷിക്കട്ടെ. ചെറിയ കാര്യമാണോ അവർ പറഞ്ഞത്? നമ്മളെല്ലാം കള്ളുകൂടിയന്മാരാന്ന് പറഞ്ഞാൽ പോട്ടെ എന്ന് വെക്കാം, വ്യഭിചാരികളാന്ന് പറഞ്ഞാലും പോട്ടെ എന്ന് വെക്കാം, ചീട്ടുകളിക്കാരാന്ന് പറഞ്ഞാലും വെക്കാം. പക്ഷേ ഇസ്ലാമിക കുടുംബത്തിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയുകയും മാലയോതിയതിന്റെ പേരിൽ, മൗലിദോതിയതിന്റെ പേരിൽ, റാത്തീബ് ചൊല്ലിയതിന്റെ പേരിൽ, മഹാന്മാരെ ബഹുമാനിച്ചതിന്റെ പേരിൽ, മദീനത്ത് പോയതിന്റെ പേരിൽ ഈ സമുദായത്തെ മുശ്രിക്കീങ്ങളാക്കാൻ ശ്രമിക്കുമ്പോൾ ഉമ്മമാരെ, മൗലിദോദിയ, മാലയോദിയ, സഫല ചൊല്ലിയ, ബദർ കിസ്സ പാട്ടുപാടിയ നിങ്ങളുടെ വലിയുമ്മ നിങ്ങളുടെ മടിത്തട്ടിൽ കിടന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചില്ലേ? ഇവിടെ ദാടിയും തലയുമൊക്കെ നരച്ച വാപ്പമാരോട് ചോദിക്കുന്നു, അവിടുന്ന് മങ്കോസ് മൗലിദോദിയ, ശറഫൽന മൗലിദോദിയ നിങ്ങളുടെ വാപ്പമാര്, വലിയുപ്പമാര് ലോകത്തോട് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ചില്ലയോ? അവരൊക്കെ മുശ്രിക്കീങ്ങളാന്ന് പറയാൻ പറ്റുമോ? അത് സമ്മതിച്ചു കൊടുക്കാൻ നമുക്കാവൂല. കാരണം അല്ലാഹുവിന്റെ ദീനിനെതിരെ പ്രചരണം നടത്താനും അള്ളാന്റെ ദീനിനെ വ്യാജമായി ചിത്രീകരിക്കാനും ഈമാനുള്ള സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഒരു മുജാഹിദിനെയും അനുവദിക്കൂല, ഒരു മുജാഹിദ് പ്രസ്ഥാനക്കാരനെയും സമ്മതിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. സഹോദരങ്ങളെ, മനസ്സിലാക്കിക്കോ, നമ്മൾ വെറുതെയാണോ അവരെ കുറ്റം പറയുന്നത്? ഇതെടുത്തു പറയുന്നതാണോ നമ്മൾ ചെയ്യുന്ന തെറ്റ്? ഇവിടെയുള്ള നിഷ്പക്ഷമതികളായ ഈമാനുള്ള മുസ്ലിങ്ങളോട് ചോദിക്കുന്നു, ഈ ആരോപണങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് ശരിയായ വസ്തുത പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ലേ? അതുമാത്രമേ നമ്മൾ നിർവഹിക്കുന്നുള്ളൂ. ഇവിടെയുള്ള വാപ്പോപ്പമാരോട് ചോദിക്ക്, മഴ പെയ്യ്ക്കുന്ന ആരാ? വിശ്വസിക്കുന്ന ഏതെങ്കിലും വലിയുമ്മയോ വലിയുപ്പയോ ഇവിടെ ഉണ്ടോ? ഇല്ല. എന്നിട്ട് ഈ സമുദായത്തിന്റെ മേൽ അടിച്ചേൽപ്പിക്കുകയല്ലേ? ഇനിയും നിങ്ങൾ ആലോചിച്ചോളൂ, അവർ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ദീൻ അംഗീകരിച്ചതിന്റെ പേരിൽ നമ്മളെ മുശ്രിക്കീങ്ങളാക്കുന്നു. എന്നിട്ട് അവര് പറയാ ആകെ തൗഹീദുള്ളത് സലഫികളെ ഉള്ളൂ. അപ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ കളങ്കമില്ലാതെ സ്വീകരിക്കുകയും ആദർശപരമായി മുന്നോട്ട് പോവുകയും ചെയ്ത മുൻഗാമികളെ മുഴുവനും ശിർക്കിന്റെ കൂടാരത്തിലേക്ക് തള്ളിയിട്ട് മുജാഹിദുകാരാ നീ ഏത് സ്വർഗമാ പണിയുന്നത്? ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനങ്ങളും അഥവാ ആചാരപരമായി സ്വീകരിക്കുന്ന കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ ദീനിന്റെ ആലിമീങ്ങൾ പറഞ്ഞു തന്നതാണ്. ഇമ്മത്തുകൾ അടയാളപ്പെടുത്താത്തതൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അചഞ്ചലമായി വിശ്വസിച്ചോളൂ. പിന്നെ ഇവർക്ക് എന്തറിയില്ല? എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ സഹോദരങ്ങൾ, ഈമാനുള്ളവർ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഞാനിപ്പം എത്രയോ വസ്തുതാപരമായിട്ടാണ് എൻ്റെ കേസിന് ഞാൻ പ്രമാണം ഉന്നയിക്കുന്നത്. ഒന്ന്, എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുന്നു? ഒന്ന്, ഇസ്ലാമിക പാരമ്പര്യത്തിൽ തെറ്റി. രണ്ട്, അവർ മുസ്ലിം സമുദായത്തെ ശിർക്ക് ആരോപിച്ചു. മൂന്ന്, അള്ളാഹുവിനുള്ള വിശ്വാസത്തിൽ അവർ തെറ്റിപ്പോയി. ഇതുപോലെ ഏതെങ്കിലും മുജാഹിദിന്റെ കൂടാരത്തിലെ ആരെങ്കിലും ഒരാളോട് വന്നിട്ട് ഷിർക്ക് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, പ്രമാണയോഗ്യമായ ഗ്രന്ഥത്തിൽ ഷിർക്കിന്റെ നിർവചനം ഉദ്ധരിച്ച് ഇത് ഷിർക്കായതുകൊണ്ട് ഷിർക്കിന്റെ നിർവചനം ഇതാ ഇന്നതാകുന്നു, മറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമെന്ന് വിശ്വസിക്കലാണ് ഷിർക്ക് എന്ന് ഇമാം പറഞ്ഞു, അല്ലെങ്കിൽ ഖുർആനിൽ പറഞ്ഞു, അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞു. അതുകൊണ്ട് മറഞ്ഞ കാര്യം വിശ്വസിച്ചാൽ തെറ്റായിപ്പോയി, ഷിർക്കായിപ്പോയി. ഇതുപോലെ കാര്യകാരണ സഹിതം അടിസ്ഥാനത്തിൽ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടിയാൽ 1 തന്മാത്ര ജലാണ് എന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിക്കോ 2 ഹീലിയവും 2 ലിഥിയവും കൂടിയ വെള്ളമല്ല എന്ന് പറയാൻ എളുപ്പമാണ്. ഇതുപോലെ ശിർക്കിന്നതാണ് തൗഹീദിന്നതാണെന്ന് നിർവചനാടിസ്ഥാനത്തിൽ പറയാൻ പറ്റുമോ?
ഒറ്റ മുജാഹിദ് എവിടെയും തയ്യാറാകാത്ത വിഷയമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ശിർക്ക് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ സത്തയിലോ ഗുണത്തിലോ പങ്കുകാരുണ്ട് എന്ന് വിശ്വസിക്കലാണ് ശിർക്ക് പറയുന്നത്. കർമ്മത്തിന്റെ പേരല്ല ശിർക്ക്, വിശ്വാസത്തിന്റെ പേരാണ്.